blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ് ഈസ് റിയലി എ ജോയ് ടു കം ടു ദീസ് ബ്ലെസ്സിങ് ടുഡേ പ്ലാറ്റ്ഫോം ആൻഡ് എൻജോയ് ജീസസ് എവറി ഡേ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്നൊരു കുടുംബം പോലെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇൻഡോറിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹം ഏറ്റവും ഭംഗിയായി നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആ വിവാഹത്തെ ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അതുപോലെ എറണാകുളത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ കർത്താവ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദാമ്പത്യ ജീവിതത്തെ കർത്താവ് തുടർന്നും അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവ് അവരെന്ത് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു അതിലുപരിയായി അങ്ങ് കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഗുർഗോണിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവർക്കൊരു ഭവനം ലഭിക്കേണ്ടതിനായും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സൂററ്റിൽ നിന്നുള്ള വിനോയ്ക്ക് വേണ്ടിയും ജിജി വിനോയ്ക്ക് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിനോയ്ക്ക് ജോലിയിൽ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സിറിൽ വിനോയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ ഏറ്റവും കർത്താവെ ശാരീരികമായി ബലം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. കന്യാകുമാരിയിൽ നിന്നുള്ള സെൽവരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ശരീരത്തിൽ നിന്നും മാറിപ്പോകട്ടെ. അമ്പലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ ഇപ്പോൾ താമസിക്കുന്ന ആ പ്രോപ്പർട്ടി തനിക്ക് ലഭിക്കുവാനും തൻ്റെ സഹോദരങ്ങളിൽ നല്ല ഒരു വിലയ്ക്ക് കർത്താവെ അത് ലഭിക്കേണ്ടതിനായി കർത്താവ് ഇടയാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ ആഴ്ചയിൽ ഗുഡ് ഫ്രൈഡേ സർവീസിൽ നിന്നും ഈസ്റ്റർ സർവീസിൽ നിന്നുമുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്നലെ ഗുഡ് ഫ്രൈഡേ സർവീസിൽ നിന്നും നമ്മൾ ആരംഭിച്ചു. തുടർന്ന് ഇന്നത്തെ ആ പോർഷൻ ശ്രദ്ധിക്കുക, പ്രധാന ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുക, ദൈവവചനമാകുന്ന ബൈബിൾ എടുത്തു നോക്കുക. മാത്രമല്ല, ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള DVD അവൈലബിൾ ആണ്. അത് നിങ്ങൾ ആവശ്യപ്പെടുക. അതിലൂടെയും തുടർന്നും അനുഗ്രഹങ്ങൾ കൈവശമാക്കുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. There was a very notorious criminal by the name of Barabbas. ബൈബിൾ പറയുന്നു, അന്ന് വളരെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ബറബാസ്. He may be like Kasab or Bandi Chor. ഒരു പക്ഷേ അദ്ദേഹം നമുക്കൊക്കെ പരിചയമുള്ള രീതിയിൽ നോക്കിയാൽ തീവ്രവാദി സംഘടനയിലെ വ്യക്തിയായ കസബിനെ പോലെയോ വലിയ കള്ളനായിട്ടുള്ള ബണ്ടി ചോറിനെ പോലെയോ ഒക്കെ ആയിരിക്കാം. Everybody knew him. എല്ലാവർക്കും തന്നെ അറിയാം. Hallelujah. Hallelujah. And everybody knew this man called Barabbas. എല്ലാവരും ഈ ബറബാസിനെ അറിവുള്ളവരായിരുന്നു.
And there came a time when Pilate had to take a decision. It was a custom for them to acquit one criminal on that day. പീലാത്തോസ് വിചാരണ നടക്കുന്ന സമയത്ത് Yes. ആ സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ സാധാരണയായിട്ട് ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. To let one criminal go free. പെരുന്നാൾ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുറ്റവാളിയെ അവർ മോചിപ്പിക്കുമായിരുന്നു. I want to do a demonstration here. Where is our Barabbas? ഞാൻ ഇപ്പോൾ അതിന്റെ ഒരു ചിത്രീകരണം ഇവിടെ കാണിക്കാൻ പോവുകയാണ്. Here comes the Barabbas. ബറബാസ് വരികയാണ്. A notorious criminal. ഇതാ നോക്കൂ, ഒരു വളരെ വലിയ കുറ്റവാളി. And everybody in the nation knew him. രാജ്യത്തുള്ള സകല മനുഷ്യർക്കും ഈ കുറ്റവാളിയെ നന്നായിട്ട് അറിയാം. He was arrested because of a rebellion that he made in the city. ആ പട്ടണത്തിൽ വല്ലാത്ത കലാപങ്ങൾ വിളിച്ചു കൂട്ടിയത് നിമിത്തമായിട്ടാണ് തന്നെ ഇപ്പോൾ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നത്. And he was a murderer. എന്ന് മാത്രമല്ല, താൻ ഒരു വലിയ കൊലയാളി കൂടെയാണ്. So Pilate brought this criminal here. ഇപ്പോൾ പീലാത്തോസ് ഇതാ ഈ കുറ്റവാളിയെ ഒരു ഭാഗത്തായിട്ട് നിർത്തിയിരിക്കുകയാണ്. He also brought our Jesus the Messiah. Where is our Messiah? ഇപ്പോൾ പീലാത്തോസ് അപ്പോൾ തന്നെ നമ്മുടെ യേശു ക്രിസ്തു മശിഹയെ കൂടെ ഒരു ഭാഗത്ത് വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. Oh, here comes our Messiah. ഇതാ നോക്കൂ, നമ്മുടെ മശിഹ ഇത് വരികയാണ്. And Pilate screamed, "Who do you want me to let go?" പീലാത്തോസ് ഉറക്കെ ജനത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരെയാണ് വിട്ടു തരേണ്ടത്? This Barabbas or Jesus whom you call the Messiah? നോക്കൂ, യേശു എന്ന ബറബ്ബാസിനെയാണോ അതോ മശിഹ എന്ന് വിളിക്കുന്ന യേശുവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? The high priest and all the religious leaders prompted people to ask for Barabbas. നോക്കൂ, മുഖ്യ പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ജനത്തെ മുഴുവൻ ബറബ്ബാസിനെ വേണമെന്ന് പറയാൻ അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. And all the people shouted, "We want Barabbas, Barabbas." ജനങ്ങൾ എല്ലാവരും ആർത്തട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, ബറബ്ബാസിനെ മതി. Jesus said, see, both of them had been charged with the same crime. He was charged with the rebellion and he was also charged with the rebellion. നോക്കുക, ഈ രണ്ട് വ്യക്തികളും വിചാരണയ്ക്ക് വിധേയമായിരിക്കുന്നത് ഒരേ കുറ്റം ചുമത്തിയതിന്റെ പേരിലാണ്. ബറാബാസ് കലാപത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മത്സരത്തിന്റെ പേരിൽ കുറ്റാരോപിതനാണെങ്കിൽ, യേശുവും ദൈവദൂഷണം പറഞ്ഞു മത്സരത്തിന്റെ പേരിലാണ് കുറ്റാരോപിതനായിരിക്കുന്നത്. He is an original criminal. ഇദ്ദേഹം ഇപ്പോൾ ജന്മനാ ഒരു കുറ്റവാളിയാണ്, Full of sins. മുഴുവൻ പാപത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ. But Jesus the Messiah, he no sins, he is holy. എന്നാൽ യേശു എന്ന മശിഹ അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ വിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. Hallelujah. Hallelujah. He was sinless and spotless. നോക്കുക, അവൻ പാപമില്ലാത്തവനും കളങ്കമില്ലാത്തവനുമായിരുന്നു. But he was made sin for us. എന്നാൽ അവൻ നമുക്ക് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടവനാണ്. All the sins of the world was accused on him because he carried the sins of the whole world. ലോകത്തിന്റെ സകല പാപങ്ങളും അവന്റെ മേൽ ആരോപിക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ ലോകത്തിന്റെ സകല പാപങ്ങളും ചുമക്കുന്ന വ്യക്തിയായി മാറി. But the world wanted Barabbas. എന്നാൽ ലോകം ഇച്ഛിച്ചതാരിയായിരുന്നു? ബറബ്ബാസിനെ. Pilate said, "Then let him go." അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, അവനെ വിട്ടയക്ക. Let him go free. ഇതാ നോക്കൂ, ബറബ്ബാസ് ഇതാ സ്വതന്ത്രനായി പോകട്ടെ. Oh, he is free now. അവനിപ്പോൾ സന്തോഷത്തോടെ ആർത്തു ഉല്ലസിച്ച് ഓടിച്ചാടി അവൻ നൃത്തത്തോടെ അവൻ സ്വതന്ത്രനായി പോവുകയാണ്. Why? Because Jesus took his sins also. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ കുറ്റവാളിയുടെ കുറ്റം മുഴുവൻ പാപമില്ലാത്ത പാപമാക്കപ്പെട്ട യേശു വഹിച്ചതു നിമിത്തം. Jesus came to set the captives free. യേശു കർത്താവ് ബന്ധനസ്ഥന്മാരെ വിടുവിക്കുവാനായി അവൻ ഭൂമിയിൽ വന്നു. Hallelujah. Hallelujah. Can you see your
yourself in the place of Barabbas. ഇവിടെ നിന്നെ ഈ ബറാബാസിന്റെ സ്ഥാനത്തൊന്ന് നിർത്തി ചിന്തിക്കാമോ? We all are in the place of നാം Barabbas. എല്ലാവരും ഈ ബറാബാസിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. I have done a lot of sins. ഞാനും ഒത്തിരി പാപം ചെയ്തിരിക്കുന്നു. You have done sins. നിങ്ങൾ പാപം ചെയ്യുന്നവരാണ്. We were under bondages. നാം എല്ലാവരും ബന്ധനത്തിന് കീഴിൽ നിൽക്കുന്നവരാണ്. But Jesus came to set us free. എന്നാൽ യേശു കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കുവാനായിട്ടാണ് ഈ ദിവസം വന്ന് ചേർന്നത്. He took all our sins. അവൻ നമ്മുടെ സകല പാപങ്ങളും മോചിപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. This is Jesus. അതാണ് യേശു. He did only good things on that day. ആ ദിവസം അവൻ നന്മ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. കൈകൾ ഉയർത്തി യേശുവേ നന്ദി. കർത്താവ് നമുക്ക് ഇത്രത്തോളം യാതനയേറ്റാണ് നമുക്കത് ചെയ്തു തന്നതെന്ന് ഇന്നത്തെ ബ്രദറിന്റെ ആ സ്പീച്ചിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. Blessing today is really blessing to all the people who come over here. It's whether you come for the first time or whether come you regularly, but it is a blessing. You never go back the same when you come to the blessing today. ഈ കുഞ്ഞിന്റെ പേര് ജോസ്ന എന്നാണ്. ഈ കുഞ്ഞിന് 3 മാസം പ്രായമുള്ളപ്പോൾ മുതൽ കുഞ്ഞിന് ശ്വാസമുട്ട് വരുമായിരുന്നു. Okay. ശ്വാസമുട്ട്, തുടരെ പനിയും, അങ്ങനെ എപ്പോഴും രോഗത്താൽ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോഴും അറിഞ്ഞ് കുഞ്ഞിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഹാർട്ടിന്. അപ്പോൾ ഹാർട്ടിന് ഹോൾ ഉള്ളത് കൊണ്ടിട്ട് കുഞ്ഞിന് ശ്വാസം എടുക്കാനോ, പിന്നീട് ആരോഗ്യം വളരെ മോശമായിരുന്നു. മുകളിലേക്കുള്ള ഗ്രോത്ത് വളരെ കുറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പലയിടത്തും കൊണ്ടേ കാണിച്ചു. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു, ബാംഗ്ലൂരുള്ള ഒരു നല്ല പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു, ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു. എല്ലായിടത്തും ചെന്നപ്പോഴും സർജറി വേണമെന്നുള്ളതായിരുന്നു. സർജറിക്ക് വലിയൊരു തുക വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞു പോയി. ഇന്നിപ്പോൾ കുഞ്ഞിന് 7 വയസ്സായി. ഏതാണ്ട് 1.5 വർഷമായിട്ട് ഇവർ തുടർമാനമായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഇവർ വരുന്നത്? തോപ്പുംപടിയിൽ നിന്ന്. മാർച്ച് മാസം 6-ാം തീയതി ഷെമ സിസ്റ്റർ അന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ഷെമ സിസ്റ്റർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. വലിയൊരു സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുടുംബം, ആ കുടുംബത്തെ യേശു കർത്താവ് ദൈവം സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഒരു വലിയ ഓപ്പറേഷന് വേണ്ടി കുടുംബം മുഴുവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിയുടെ ഓപ്പറേഷന് വേണ്ടി കുടുംബാംഗങ്ങളെല്ലാം അതിനുവേണ്ടി കാര്യങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ സഹോദരി പറഞ്ഞ സഹോദരിയുടെ അകത്തേക്ക് വലിയൊരു വിശ്വാസം കയറി വന്നതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ വലിയൊരു വിശ്വാസമായി. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. റൈറ്റ്. വലിയൊരു വിശ്വാസം ഈ സഹോദരിക്ക് കയറി വന്നു. എങ്കിലും ഇവർ കൂടെ നിന്നവർ പറഞ്ഞു ഫർദർ സർജറിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലുള്ള ഫോർട്ടീസ് എസ്കോട്ട് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവർക്ക് അവിടേക്ക് പോകണമായിരുന്നു. എങ്കിലും ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും വിശ്വാസമായി, നമ്മുടെ കുഞ്ഞ് സർജറി കൂടാതെ സൗഖ്യമാക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയി ഡൽഹിയിൽ ചെന്നു. 5 കുഞ്ഞുങ്ങളുടെ സർജറി അന്ന് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 കുഞ്ഞുങ്ങൾ ഇതുപോലെ ഹാർട്ടിന് ഭാരമുള്ള 5 കുഞ്ഞുങ്ങളുടെ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിന്റെ സമയത്ത് വന്നപ്പോൾ സ്കാൻ ചെയ്തു. അവിടെ സർജറിക്കുള്ള ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് പ്രത്യേകിച്ച് വിശേഷമൊന്നും കാണുന്നില്ലല്ലോ. ഹോളിന്റെ മറ്റുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷനാണ് കയ്യിലിരിക്കുന്നത്. മറ്റു പല ഹോസ്പിറ്റലുകളിൽ പോയതിന്റെ റെക്കോർഡ്സ് ആണ് കയ്യിലുള്ളത്. ഈ റെക്കോർഡ്സ് പ്രകാരമായിരുന്നു ഡൽഹി ചെന്നത്. അതനുസരിച്ച് കുഞ്ഞിനെ നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ഹോളിന് കാണുന്നില്ല. 3 mm വലിപ്പമുള്ള ഒരു ഹോളായിരുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോൾ വെറും 1 mm അതുള്ളൂ. അത് കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഈ ഒരു 1 mm ഹോളിന് വേണ്ടിയിട്ട് ഒരു സർജറിയുടെ ആവശ്യമില്ല. ആ റിപ്പോർട്ടിൽ തന്നെ ഡോക്ടർ എഴുതി ഇതില് സർജറി വേണ്ട, ഈ കുഞ്ഞിന്റെ പ്രായം വളരും തോറും ആ ഹോള് താനെ അടഞ്ഞു പൊക്കോളും, ഇത് ഓപ്പറേഷൻ ഇല്ല. അങ്ങനെ 5 കുഞ്ഞുങ്ങളിൽ ഈ കുഞ്ഞ് മാത്രം സർജറി കൂടാതെ മടങ്ങി ഇവിടെ എത്തി. ഒരു പണം പോലും ചെലവായില്ല. വലിയ വിശ്വാസത്താൽ ഈ കുടുംബം ഇന്ന് മുന്നോട്ട് പോകുന്നു.
അതിനുശേഷം ഇന്ന് വരെ കുഞ്ഞിന് ശ്വാസമുട്ടുണ്ടായിട്ടില്ല, അതിന് പനി വന്നിട്ടില്ല, ഒരു രോഗവുമില്ല. കുഞ്ഞ് നന്നായി പഠിക്കുന്നു. This is great. കൈകൾ ഒരിക്കൽ കൂടെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. Father, you are a miracle working God. ഈ സമയത്ത് കൈകൾ ഉയർത്തി സർജറി മുന്നിൽ കണ്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കായി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നേരത്തെ ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ച, പക്ഷേ ആയിരങ്ങൾ ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മേജർ സർജറികൾക്ക് വേണ്ടി തയ്യാറായി പണം ഇല്ലാത്തത് ഉണ്ടാക്കി പല നിലകളിൽ കഷ്ടപ്പെടുന്നവർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജോസ്നെ സൗഖ്യമാക്കിയ കർത്താവേ, അവരെയും അങ്ങ് സൗഖ്യമാക്കണമേ. ഈ സാക്ഷ്യം കാണുന്നവരിൽ വിശ്വാസം വർദ്ധിക്കട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, തിരുനാമത്തിൽ ഈ മാതാവിനെ അനുഗ്രഹിക്കും, ഈ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൈകൾ ഉയർത്തിയിരിക്കുന്നവരുടെ മേലും രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. സാക്ഷ്യം കാണുന്നവരിലും വലിയ വിടുതലുകൾ നടക്കട്ടെ. ഞങ്ങൾ മുൻകൂറായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഐ ആം റിയലി ത്രിൽഡ് ടു പ്രേ ഫോർ യു. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് വരെ നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. മിറക്കിൾസ് ആർ ഹാപ്പനിങ് ഈവൻ ടുഡേ because the miracle worker is alive and he is still doing miracles for us. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലുകളും സൗഖ്യങ്ങളും ആരംഭിച്ചതിനാൽ നന്ദി പറയുന്നു. കാൽമുട്ടിനകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് എനിക്ക് കാണാം. കാൽമുട്ടിനകത്തുള്ള തേയ്മാനമോ പ്രയാസങ്ങളോ എന്താണെങ്കിലും കർത്താവ് സൗഖ്യമാക്കുന്നു. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികൾ വളഞ്ഞിരിക്കുന്നതും ഡിഫോമിറ്റിയും യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തൊരു വലിയ വിശ്വാസം എൻ്റെ അകത്ത് വരുന്നു. ബുദ്ധി വളർച്ചയില്ലാത്ത മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളതോ അതുപോലെ ഉള്ള പലതും, ഡിസ്ലെക്സിയ പോലെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മാതാപിതാക്കളോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശിരസിലോ ശരീരത്തിലോ കൈവയ്ക്കുക. സ്റ്റെപ്പായി ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുവാൻ സ്രഷ്ടമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ ആ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. വലിയ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, നിൻ്റെ വിടുതൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലും അതുപോലെ കർത്താവെ ആ ബ്രെയിനിലൊക്കെ വരുന്നതിനാൽ, മൈൻഡിൽ വരുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായി മെഡിക്കൽ ശാസ്ത്രം പറയുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. കരളിലുള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം, സന്ധിവാദം എന്നൊക്കെ അറിയപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ വാതരോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ, മുഴകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് ഉള്ളിൽ അകത്ത് ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഐ റിലീസ് മിറക്കിൾസ്, ഐ റിലീസ് ദ പവർ ഓഫ് ഗോഡ്. കർത്താവെ, നീ അത്ഭുതങ്ങൾ ചെയ്തതിനാൽ നന്ദി. ഗോവിന്ദൻ എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് നെഞ്ചിലാണ് പ്രശ്നം, ഹാർട്ടിനാണ് പ്രശ്നം. ഗോവിന്ദൻ ഈ സമയം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് വലിയൊരു വിടുതലുണ്ടാകട്ടെ. നല്ല ആരോഗ്യവും ശരീരത്തിന് വലുപ്പവും വെയിറ്റും ഉണ്ടായിരുന്ന ആ വ്യക്തി വല്ലാതെ ശോഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഗോവിന്ദൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. wherever you are, be healed in Jesus' name. Thank you, Lord. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.
നിങ്ങൾ ദിവസവും ബ്ലെസ്സിങ് ടുഡേയിലൂടെ കേൾക്കുന്ന ദൈവവചനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം ശുശ്രൂഷകൾ, സന്ദേശങ്ങൾ എഴുതി വയ്ക്കുവാൻ വേണ്ടി മാത്രമായി ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട ഈ പുസ്തകം സെർമൺ നോട്ട് കീപ്പർ. ഇതിനകത്ത് വചനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി എഴുതുവാനുള്ള പേജുകളുണ്ട്. ആരാണ് ആ വചന സന്ദേശം നൽകിയത്, എന്താണ് അതിൻ്റെ ടോപ്പിക്, പേജ് നമ്പർ, ഡേറ്റ്, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായി എഴുതാനും അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ഭാഗങ്ങളെടുത്ത് ദൈവവചനം, തിരുവചനം പഠിക്കാൻ നമുക്ക് ഇടയാകും. ഇറ്റ് വിൽ ബി ഈസി. മാത്രമല്ല ഇൻഡെക്സ് പേജുകളിൽ ആ വിഷയം ഒരു ക്രമമായി എഴുതി പെട്ടെന്ന് നമുക്ക് ആ പേജിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരിപ്പിച്ച രീതിയിൽ ചെയ്ത ഒരു ബുക്കാണ് ഇത്. ആവശ്യമുള്ളവർക്ക് ഫോണിൽ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാൻ തപാൽ മാർഗം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലോ, ഈ ആഴ്ചയിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുണ്ട് കാസർഗോഡും കണ്ണൂരും നടക്കുകയാണ്. ഇൻവൈറ്റ് ഓൾ ഓഫ് യു ഇൻ എ പേഴ്സണൽ വേ. നിങ്ങളുടെ വീടുകളിൽ വന്ന് പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. എന്ത് തിരക്കും മാറ്റിവെച്ച് വരണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. അവിടെ വരുമ്പോഴും ഈ പുസ്തകം ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കർത്താവ് ബ്ലെസ്സിങ് ടുഡേയിലൂടെ ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നേരിൽ കാണാം, പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളോട് ഒരാളോടെങ്കിലും ഇന്ന് പറയണം. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം, ഓ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ച, യേശുവിൻ ആധാനത്തെ ഞാൻ അറിഞ്ഞു, നിൻ സ്നേഹം ഞാൻ രുചിച്ച. ദൈവമേ നിന്റെ സ്നേഹം, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ഓ ദൈവമേ എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാലിന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി, ഓ അന്നു ഞാൻ, ദൈവമേ 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ സ്നേഹിതനായി, അങ്ങയുടെ മകനായി തീർന്നല്ലോ. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ ഒരിക്കൽ കൂടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ഓ നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശു
യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാ ഞാൻ ഒരിക്കൽ കൂടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറി നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ ഹൃദയത്തിൽ വിളിച്ചാലും യേശുവേ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു സക്കായിയെ കണ്ടെത്തിയ സ്ഥലമേത്? Where did Jesus find Zacchaeus? Options: A. Jerusalem, B. Samaria, C. Galilee, D. Jericho. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.